ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. അലക്ഷിതേസ്മിൻ രഹസി മാമകൈരപി ഗോവ്രജേ കുരു ദ്വിജാതി സംസ്കാരം സ്വസ്തി വാചനപൂർവകം. ഈ ഒരു ശ്ലോകം നന്ദഗോപര് ഗർഗമഹർഷിയോട് പറയുന്ന മറുപടിയാണ്. ഗർഗമഹർഷി പറഞ്ഞതെല്ലാം കേട്ടു. ഇവിടെ നന്ദഗോപര് വിടാൻ ഭാവമേ ഇല്ല. കാരണം ഗർഗമഹർഷിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സൽക്കർമ്മം ചെയ്യിക്കണമെന്നുള്ള തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹം. അതുകൊണ്ട് ഇവിടെ നന്ദഗോപര് പറയുകയാണ്. നന്ദ ഉവാച, നന്ദഗോപര് പറഞ്ഞു, അലക്ഷിതോസ്മിൻ രഹസി മാമകൈരപി ഗോവ്രജേ. അലക്ഷിതേ അസ്മിൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അലക്ഷിതേസ്മിൻ. അലക്ഷിതേ എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തതായിട്ടുള്ള, അസ്മിൻ ഈ, രഹസ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു രഹസ്യമായ സ്ഥലത്തെ എന്ന് പറയുക. അതായത് ഇപ്പോൾ അങ്ങനെ ആളുകളാരും ഇപ്പോൾ അവിടെ ഇല്ല. അങ്ങനെയുള്ള ഈ സമയത്ത്, കാരണം ആളുകളൊക്കെ ഗോകുലത്തിലുള്ളവരൊക്കെ പകൽ സമയം ആയതുകൊണ്ട് തന്നെ ഗോക്കളെ മേയ്ക്കാനും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ആളുകളില്ലാത്ത ഒരു വിജന സമയമാണിപ്പോൾ അവിടെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് മാമകൈരപി, മാമകൈഹി അപി, അതായത് എൻ്റേതായിട്ടുള്ള എൻ്റെ ആളുകൾ പോലും, അതായത് ഈ ഗോകുലത്തിലുള്ളവർ പോലും ഇപ്പോൾ പശുക്കളെ മേയ്ക്കാനും ഒക്കെ ആയിട്ട് പോയിരിക്കുന്ന സമയം. അപ്പോൾ ഇവിടെ എൻ്റേതായിട്ടുള്ള ആളുകൾ പോലും ഇല്ലാത്ത ഒരു സമയമാണ്. ഗോവ്രജേ എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തിൽ എൻ്റെ സ്വന്തം ആളുകൾ പോലും ഇവിടെ ഇല്ല. എല്ലാവരും പശുക്കളെ മേയ്ക്കാൻ പോയിരിക്കുന്ന ഈ സമയത്ത്, ഇതൊരു വിജന സമയമായതുകൊണ്ട് കുരു ദ്വിജാതി സംസ്കാരം. കുരു എന്ന് പറഞ്ഞാൽ അല്ലയോ അങ്ങ് ചെയ്താലും എന്ത്, ദ്വിജാതി സംസ്കാരം, ദ്വിജാതിക്കാവശ്യമായ സംസ്കാരത്തെ അങ്ങ് ചെയ്താലും. എങ്ങനെ? സ്വസ്തിവാചനപൂർവകം, സ്വസ്തിവാചനത്തോടുകൂടി, സ്വസ്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങ് ആ ഒരു കൂടുതൽ വിശാലമായിട്ട്, അതായത് വലിയ ആർഭാടമായിട്ടോ അങ്ങനെയൊന്നും അല്ല, ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് ഈ ഗോകുലത്തിൽ വെച്ച് അങ്ങ് ആ ഒരു സ്വസ്തിവാചകം മാത്രം ഉരുവിട്ടുകൊണ്ട് ഈ ഒരു നാമകരണ ചടങ്ങ്, ആ ഒരു സംസ്കാരത്തെ അങ്ങ് ചെയ്താലും. കാരണം ഇവിടെ ആകട്ടെ ആരുമില്ലാത്ത ഒരു സമയമാണ് അങ്ങിപ്പോൾ വന്നിരിക്കുന്നത്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഇനി ശുദ്ധമാക്കണം സ്ഥലമെന്നാണെങ്കിൽ ഗോകുലം എന്തുകൊണ്ടും ശുദ്ധം തന്നെയാണ്. കാരണം ശുദ്ധ സത്വസ്വരൂപമായിരിക്കുന്ന ആ ഭഗവാൻ തന്നെ വാഴുന്ന ഇടം, ഭഗവാൻ ഇരിക്കുന്നിടത്ത് എങ്ങനെയാണ് അശുദ്ധി ഉണ്ടാവുക അല്ലേ? ആ ഉണ്ണിക്കണ്ണൻ തന്നെ വാഴുന്ന ആ ഗോകുലത്തിൽ സൂര്യനുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ലാത്തതുപോലെ, പ്രകാശവും അന്ധകാരവും ഒരേ ഇടത്ത് നിലകൊള്ളില്ലല്ലോ, അതുപോലെ സാക്ഷാൽ ഭഗവാൻ ആ ഉണ്ണിക്കണ്ണൻ തന്നെ വാഴുന്ന ഗോകുലത്തിൽ എങ്ങനെയാണ് അശുദ്ധിയുടെ കറ പുരളുക? ഇവിടെ ആകട്ടെ വളരെ ശുദ്ധമായ സ്ഥലമാണിപ്പോൾ. തന്നെയുമല്ല, ഇവിടെ ആരുമില്ല താനും, എൻ്റെ സ്വന്തം ആളുകൾ പോലും പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് കൂടുതൽ ദീർഘിപ്പിച്ചില്ലെങ്കിലും ആ സ്വസ്തിവാചനം മാത്രം ചെയ്തുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് ഈ സംസ്കാരത്തെ അങ്ങ് ചെയ്താലുമെന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ് നന്ദഗോപര്. അതായത് എന്തൊന്നിനെയൊക്കെ ഭയപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് ഗർഗമഹർഷി പറഞ്ഞുവോ, ഒന്ന് ആളുകൾ അറിയും, തദ്വാര അത് കംസൻ്റെ ചെവിയിലേക്ക് എത്തും. ഇപ്പോൾ അതിനുള്ള ഒരു അവസരമില്ല, കംസൻ്റെ കാതുകളിൽ എത്തുകയില്ല. ഇവിടെ തന്നെ ആരുമില്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. പിന്നെ സമയം ദീർഘിച്ചെടുത്തു കഴിഞ്ഞാൽ ആളുകളൊക്കെ മടങ്ങി വരുമ്പോൾ കേട്ടാലോ അറിഞ്ഞാലോ എന്നാണെങ്കിൽ അതും വേണ്ട, സ്വസ്തിവാചകം മാത്രം ഉരുവിട്ടുകൊണ്ട് ഈ പുണ്യകർമ്മം അങ്ങ് ചെയ്താലും എന്നിവിടെ അപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നന്ദ ഉവാച അലക്ഷിതേസ്മിൻ രഹസി മാമകൈരപി ഗോവ്രജേ കുരു ദ്വിജാതി സംസ്കാരം സ്വസ്തിവാചനപൂർവകം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അലക്ഷിതേസ്മിൻ, അവിടെ എകാരം നീട്ടിയെടുക്കുക. അതുപോലെ മാമകൈരപി, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇവിടെ ദ്വിജാതി സംസ്കാരം
എന്ന് പറയുകയുണ്ടായി. അതായത് ദ്വിജന്മാർക്ക്, വിപ്രന്മാർക്ക്, ബ്രാഹ്മണർക്ക് ആവശ്യമായ ആ ഒരു ചടങ്ങുകൾ മാത്രം, എന്തൊക്കെയാണോ അവരുടെ ഈ ഒരു ഈ ഒരു കർമ്മത്തിന് വേണ്ടത് അത് മാത്രം അങ്ങ് ചെയ്താലും മതി എന്ന്, അതായത് വളരെ ആഘോഷങ്ങളോടുകൂടി ഒന്നും വേണ്ട എന്നുകൂടി ഒന്ന് അപേക്ഷിക്കുകയാണ്. അത്രമാത്രം നന്ദഗോപർ അങ്ങനെ തനിക്ക് ആറ്റുനോറ്റിരുന്നുണ്ടായ ഉണ്ണിയാണ്. എന്നിട്ട് പോലും ഇതുപോലെയുള്ള ആഘോഷ തിമിർപ്പുകളൊന്നുമില്ലാതെ തൻ്റെ ഉണ്ണിയുടെ ഈ ഒരു കർമ്മത്തെ ചെയ്യാൻ നന്ദഗോപര് തയ്യാറായി എന്ന് പറയുമ്പോൾ അത്രയും ആ ഗർഗമഹർഷിയോടുള്ള നന്ദഗോപരുടെ ബഹുമാനം, മതിപ്പ്, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയും ശ്രീശുക മഹർഷി വീണ്ടും കഥ തുടരുകയാണ്. ശ്രീശുക മഹർഷി പറയുകയാണ്, ശ്രീശുക ഉവാച ഏവം സംപ്രാർത്ഥിതോ വിപ്ര സ്വചികീർഷിതമേവ തദ് ചകാര നാമകരണം ഗൂഢോ രഹസ്യ ബാലയോ. ഏവം സംപ്രാർത്ഥിതോ വിപ്ര, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, സംപ്രാർത്ഥിത എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ, നന്ദഗോപരാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ, വിപ്രഹ ആ ബ്രാഹ്മണൻ, ആ ഗർഗമഹർഷി, സ്വചികീർഷിതമേവ തത്, സ്വചികീർഷിതം ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വചികീർഷിതമേവ. സ്വചികീർഷിതം എന്ന് പറഞ്ഞാൽ താന് എന്താണോ ആഗ്രഹിച്ചിരുന്നത്, എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെ. സത്യത്തിൽ ഇവിടെ ഗർഗമഹർഷി വരുന്നത് ആ വസുദേവര് പറഞ്ഞു വിട്ടിട്ട് ഈ കർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ നന്ദഗോപരോട് പെട്ടെന്ന് അത് ഉണർത്തിക്കാതെ തൻ്റേതായ രീതിയിൽ അതിനെ ഒന്ന് എങ്ങനെ ചെയ്യും എന്നൊരു നന്ദഗോപരോട് അഭിപ്രായം ചോദിക്കുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്നിട്ട് ഒടുവിൽ പറയുകയാണ്, താൻ ചെയ്യാൻ ഇച്ഛിച്ചതായി തന്നെ വന്നിരുന്നത് യാതൊരു കർമ്മമാണോ, ഏവ തത്, അത് തന്നെ, തത് എന്ന് പറഞ്ഞാൽ ആ ഒരു കർമ്മം തന്നെ, ചകാര നാമകരണം, ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു, എന്ത്, നാമകരണം, ആ ഉണ്ണിയുടെ നാമകരണത്തെ ചെയ്യുകയും ചെയ്തു. ഇവിടെ വന്നതേ അതിന് തന്നെയാണ്. എങ്ങനെ പറയാണ്, ഗൂഢോ രഹസ്യബാലയോ, ഗൂഢഹ എന്ന് പറഞ്ഞാൽ അതിനിഗൂഢമായിട്ട്, ആരും അറിയാത്തതായിട്ട്, വളരെ രഹസ്യമായിട്ട്, രഹസ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏകാന്തത്തിൽ വേറെ ആരുമില്ല അവിടെ ഇപ്പോൾ, അല്ലേ, നന്ദഗോപരും ദേവകീദേവിയും രോഹിണീദേവിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും പുറത്ത് ജോലിക്കായിട്ട് പോയിരിക്കുകയാണ്. പശുക്കളെ മേയ്ക്കുന്നതിനും അത് സംബന്ധമായ ജോലികളിലും പോയിരുന്ന സമയത്ത് വളരെ രഹസ്യമായിട്ട് ബാലയോഹോ, ഇവിടെ ബാലയോഹോ എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ചെയ്തു എന്ന് കാണിക്കാൻ, അതായത് രോഹിണീദേവിയുടെ പുത്രനും ദേവകീദേവിയുടെ പുത്രനും ആ നാമകരണ കർമ്മം ചെയ്തു. അങ്ങനെ ഗർഗമഹർഷിയാൽ നന്ദഗോപരുടെ അപേക്ഷയനുസരിച്ച് ഇത്രയേറെ അപേക്ഷിച്ചപ്പോൾ താൻ ചെയ്യാൻ വന്നതും അതേ കർമ്മമാണെന്നുള്ളത് കൊണ്ട് തന്നെ താൻ ഇച്ഛിച്ചതും ഇതേ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് പറഞ്ഞത് സ്വചികീർഷിത, താൻ വളരെയേറെ ആഗ്രഹിച്ച ഭഗവാനെ തൻ്റെ മടിയിലെടുത്ത് ഭഗവാനെ നാമകരണം ചെയ്യുക എന്ന്, ഭഗവാൻ ഒരു നാമം നിർദ്ദേശിക്കാൻ ആർക്കാണ്ട് കഴിയുക? ഭഗവാന്റേതല്ലാത്തതായിട്ട് എന്ത് നാമമാണുള്ളത്? എന്നാലും ആ ഉണ്ണിയെ മടിയിലെടുത്തിരുത്തി ആ ഉണ്ണിക്ക് നാമകരണം ചെയ്യുവാൻ ഗർഗമഹർഷിക്ക് ലഭിച്ച അസുലഭ സന്ദർഭമായിരുന്നു അത്. അതിനുവേണ്ടി കൊതിച്ച് ഓടിയെത്തിയതുമായിരുന്നു. വസുദേവരാൽ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അതീവ സന്തുഷ്ടനായി ഓടിയെത്തിയിരിക്കുകയാണ്. ആ ഉണ്ണിയെ തൻ്റെ മടിയിലൊന്നെടുത്ത് കിടത്താൻ ഭാഗ്യം കിട്ടുക, അത് കൊതിച്ച്. പിന്നെയോ അത് തന്നെയുമല്ല, തന്നോട് എന്താ ആവശ്യപ്പെട്ടത്? നാമങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള ആ ഉണ്ണിക്ക് ഒരു നാമം കാതിൽ ചൊല്ലിക്കൊടുക്കാൻ. അതിനുവേണ്ടി ഓടി വന്നതായിരുന്നു ഗർഗമഹർഷി. ആ ഗർഗമഹർഷി തൻ്റെ ആഗ്രഹമനുസരിച്ച് താൻ ഏറെ കൊതിച്ച ആ കർമ്മത്തെ അങ്ങനെ ചെയ്തു. രണ്ടു ബാലന്മാർക്കും അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം സംപ്രാർത്ഥിതോ വിപ്ര സ്വചികീർഷിതമേവ തത് ചകാര നാമകരണം ഗൂഢോ രഹസ്യ ബാലയോ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
വിപ്ര, അവിടെ വിസർഗം ശ്രദ്ധിക്കുക. അതുപോലെ സ്വചികീർഷിതമേവ, സ്വചികീർഷിതം, അവിടെ എന്നുള്ളതിന് രകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ സ്വചികീർഷിതം ഏവ ആണ്, അതുകൊണ്ട് സ്വചികീർഷിതമേവ മായ്ക്ക് ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ ബാലയോ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിന് ഗർഗമഹർഷി പറയുന്നത് എന്താണെന്നും കൂടി നോക്കുക. 12ാമത്തെ ശ്ലോകം. ഈ 12ാമത്തെ ശ്ലോകത്തിൽ രോഹിണി ദേവിയുടെ പുത്രന് നാമകരണം ചെയ്യുന്നതാണ് പറയുന്നത്. ആദ്യം 13ാമത്തെ ശ്ലോകത്തിൽ സാക്ഷാൽ ദേവകീപുത്രന്, യശോദാദേവിയുടെ പുത്രന് നാമകരണം ചെയ്യുന്നതുമാണ്. നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃദോ ഗുണൈ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാത് ബലം വിദു യദൂനാമപൃഥക് ഭാവാത് സംഘർഷണമുശന്ത്യുത. ഗർഗ ഉവാച. ഇത്രയും കഴിഞ്ഞപ്പോൾ ഗർഗ മഹർഷി അങ്ങനെ നാമകരണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ഗർഗ മഹർഷി പറഞ്ഞു, അയം ഹി രോഹിണി പുത്രോ. അയം എന്ന് പറഞ്ഞാൽ ഈ, രോഹിണീപുത്രോ, രോഹിണീപുത്ര, രോഹിണി ദേവിയുടെ പുത്രനായിട്ടുള്ള ഇവൻ, രമയൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനായിട്ട്, സുഹൃദോഗണൈ, സുഹൃദ ഗണൈ ഗുണൈ, സുഹൃദോ ഗുണൈ, സുഹൃദ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ രമിപ്പിക്കുന്നവനായിട്ട്. എങ്ങനെ? ഗുണൈഹി, ഗുണങ്ങൾ കൊണ്ട് ഇവൻ സുഹൃത്തുക്കളെയൊക്കെ രമിപ്പിക്കുന്നവനായിട്ട് മാറും. അതുകൊണ്ട് ആഖ്യാസ്യതേ രാമ ഇതി, ആഖ്യാസ്യതേ പറയപ്പെടും. എന്ത്? രാമ ഇതി, രാമനെന്ന് പറയപ്പെടും. കാരണം ഇവൻ സുഹൃത്തുക്കളെയൊക്കെ രമിപ്പിക്കുന്നവനാണ്. എവിടെയെങ്കിലും സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവരെ രമിപ്പിക്കുന്നവനായി മാറും. പിന്നെയോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ഇവൻ ധാരാളം രമിപ്പിക്കും സുഹൃത്തുക്കളെയൊക്കെ. അതുകൊണ്ട് ഇവൻ രാമൻ എന്ന പേരിൽ അറിയപ്പെടും. കഴിഞ്ഞില്ല, അതൊന്നും മാത്രമല്ല, ബലാധിക്യാത് ബലം വിദുഹു, ബലാധിക്യാത് ബലം അധികമുള്ളതുകൊണ്ട്, ബലം എന്ന് പറഞ്ഞാൽ ബലനെന്നും വിദുഹു അറിയുന്നു. അപ്പോൾ ബലരാമൻ എന്നുള്ളതിൻ്റെ പല ഭാവങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു നാമം ഇത്രമാത്രം ഉചിതമായി മാറുന്നത് ആ രോഹിണീപുത്രന് എന്ന് കാണിച്ചു എന്നും കൂടി പറഞ്ഞു കൊടുത്തു. ബലം അധികമുള്ളത് കൊണ്ട് ഇവനെ ബലനെന്നും, തൻ്റെ സുഹൃത്തുക്കളെ രമിപ്പിക്കുന്നത് കൊണ്ടും തൻ്റെ ഗുണങ്ങൾ കൊണ്ട് രമിപ്പിക്കുന്നത് കൊണ്ടും ഒക്കെ രാമൻ എന്നും ഇവൻ അറിയപ്പെടും. പിന്നെ യദൂനാം അപൃഥക് ഭാവാത് സംഘർഷണമുശന്ത്യുത, യദൂനാം അപൃഥക് ഭാവാത്, യദൂനാം അപൃഥക്, അപൃഥക് ഭാവാത്. യദൂനാം എന്ന് പറഞ്ഞാൽ യദുക്കളുടെ, ആ ഒരു യദുക്കളുടെ നേരെ എന്നുള്ള അർത്ഥത്തിൽ. എന്താ? അപൃഥക് ഭാവാത്, ഭേദഭാവന ഇല്ലാത്തതുകൊണ്ട്. സംഘർഷണമുശന്ത്യുത, സംഘർഷണം, ഉശന്തി, ഉത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സംഘർഷണമുശന്ത്യുത. സംഘർഷണം എന്ന ഉശന്തി പറയും. അപ്പോൾ ഉത എന്ന് പറഞ്ഞാൽ അങ്ങനെയും. അപ്പോൾ സംഘർഷണൻ എന്ന് പറയും, ബലൻ എന്ന് പറയും, രാമൻ എന്ന് പറയും ഈ രോഹിണീപുത്രനെ. കാരണം ഈ രോഹിണീപുത്രൻ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് എല്ലാവരെയും രമിപ്പിക്കും. പിന്നെയോ ഈ യദുക്കളെയൊക്കെ ആ ഭേദഭാവമില്ലാതെ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായാൽ, അവർക്കിടയിൽ ഭേദഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി രഞ്ജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തൻ്റെ ഗുണങ്ങൾ കൊണ്ട് അവൻ എല്ലാവരെയും രമിപ്പിക്കും. അതുകൊണ്ട് രാമൻ എന്ന് പേര് വരും. കഴിഞ്ഞില്ല, അവൻ ബലമുള്ള, അധികം ബലമുള്ളവനാണ്. അവന് ബലാധിക്യമുള്ളത് കൊണ്ട് ബലൻ എന്ന് പേര് വരും. പിന്നെയോ സംഘർഷണനായിട്ടും
ഇവൻ അറിയപ്പെടും. കാരണം ഇവൻ സംഘർഷണം ചെയ്യുന്നവനാണ്. ദേവകീദേവിയുടെ ഗർഭത്തിൽ നിന്നും ആ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് ഈ ഉണ്ണി ആകർഷിച്ചു മാറിയെങ്കിൽ ആരെയും ആകർഷിക്കുന്നവനാണ്. ആകർഷണം കൊണ്ട് ഇവൻ സംഘർഷണൻ എന്നുള്ള പേരിലും അറിയപ്പെടും. അപ്പോൾ സംഘർഷണൻ, ബലൻ, രാമൻ ഇങ്ങനെ 3 രീതിയിലും അറിയപ്പെടുമെന്നുകൂടി ഇവിടെ മുന്നേ കൂട്ടി പറഞ്ഞിരിക്കുകയാണ് ഗർഗമഹർഷി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃദോ ഗുണൈ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാത് ബലം വിദോ യദൂനാമ പൃഥക് ഭാവാത് സംഘർഷണമുശന്ത്യുത. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗുണൈ, അവിടെ ഒരു വിസർഗമുണ്ട്, അത് ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ അതിൻ്റെ അടുത്ത വരിയിൽ വിദു, അവിടെയും വിസർഗമുണ്ട്, ശ്രദ്ധിക്കുക. ബലാധിക്യാത്, ബല ആധിക്യാതാണ്, ബലാധിക്യാത്, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യദൂനാം അപൃഥക് ഭാവാത് സംഘർഷണമുശന്ത്യുത. യദൂനാം അപൃഥക് ഭാവാതാണ്. അതുകൊണ്ട് യദൂനാം അപൃഥക് ഭാവാത്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അവിടെ. പിന്നെ അടുത്തത് സംഘർഷണമുശന്ത്യുത. സംഘർഷണം ഉശന്തിയാണ്, മായ്ക്ക് ഉകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. സംഘർഷണമുശന്ത്യുത. അതുപോലെ ഉശന്തി ഉതാണ്, അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാന്റെ നാമകരണമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.